നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ജൂലൈ 1 മുതൽ ബയോമെട്രിക് സംവിധാനം. സ്കൂളുകളിൽ റേഷൻ എത്തിക്കുന്ന വാതിൽപ്പടി പദ്ധതി ഉടൻ നടപ്പാക്കും. വില നിയന്ത്രിക്കാൻ ഒറീസയിൽ നിന്ന് അരി ഇറക്കുമതി ചെയ്യുമെന്ന് മന്ത്രി പി തിലോത്തമൻ. ഇരുളം സപ്ലൈകോ മാവേലി സ്റ്റോർ ഉദ്ഘാടനത്തിൽ ജനപ്രതിനിധികളെ ഉദ്യോഗസ്ഥർ അവഗണിച്ചെന്ന് MLA. ട്രൈബൽ വകുപ്പ് ദത്തെടുത്ത പനമരം പുതൂർക്കുന്ന് കോളനിയിൽ പണി തീരാത്ത 11 വീടുകൾ. വീട് മോഹിച്ച കുടുംബങ്ങൾ മഴയെത്തിയിട്ടും പ്ലാസ്റ്റിക് കൂരകളിൽ. കരാറുകാരൻ മുങ്ങി. കാലാവധി കഴിഞ്ഞ മരുന്ന് പാക്കറ്റുകൾ സാമൂഹ്യദ്രോഹികൾ പനമരം വലിയ പുഴയിൽ തള്ളി. വിദ്യാഭ്യാസ വായ്പയെടുത്ത കുടുംബങ്ങളെ സർക്കാർ സഹായിക്കുമെന്ന് CK ശശീന്ദ്രൻ MLA. മേളയിൽ വിലക്കിയ ഡോക്യുമെന്ററികൾ നഗരത്തിൽ പ്രദർശിപ്പിച്ച് SFI. മയക്കുമരുന്നിനെതിരെ ഡോക്യുമെന്ററിയുമായി മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ. വാർത്തകളിലേക്ക് വിശദമായി. ഭക്ഷ്യധാന്യങ്ങളുടെ രൂക്ഷമായ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി പി തിലോത്തമൻ. മാവേലി സ്റ്റോറുകൾ വഴി സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയ്ക്ക് അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. ഭക്ഷ്യധാന്യങ്ങളുടെ വിലക്കയറ്റം നേരിടാൻ ഒറീസയടക്കം സംസ്ഥാനങ്ങളിൽ നിന്ന് അരി കൊണ്ടുവരുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൂതാടി പഞ്ചായത്തിലെ ഇരുളത്ത് സപ്ലൈകോയുടെ പുതിയ മാവേലി സ്റ്റോർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി. നിങ്ങളറിയണം, അടുത്ത മാസം ജൂലൈ മാസമാകുമ്പോ ഓരോ റേഷൻ കടയിലും ഓരോ e-POS മിഷൻ കൊണ്ടുവന്ന് സ്ഥാപിക്കും. ബയോമെട്രിക് സംവിധാനം വരുന്നയാൾ ഇന്ന ആള് തന്നെയാണോ, ഇന്ന കുടുംബത്തിലെ ആള് തന്നെയാണോ, നിങ്ങളുടെ എല്ലാവരുടെയും തമ്പ് പ്രഷൻ ആധാറുമായി ഞങ്ങൾ ലിങ്ക് ചെയ്യുകയാണ്. ഇപ്പോൾ 100% വേണ്ടി പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുടുംബത്തിലെ ആര് വന്നാലും നിങ്ങൾക്ക് റേഷൻ കിട്ടും. ഇനി വരാൻ ആരുമില്ലെങ്കിൽ നിങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് തമ്പ് പ്രശ്നം വന്നാൽ അവർ വന്നാൽ മതി. ജൂലൈ മാസമാകുമ്പോ ആ ബയോമെട്രിക് സംവിധാനത്തോടെ ഏർപ്പെടുത്തുന്ന ആ e-POS മിഷനിൽ നിങ്ങൾ വന്ന് തള്ളവലമർത്തുമ്പോ നിങ്ങളുടെ പേര്, വീട്ടുപേര്, ആ കുടുംബത്തിന് എത്ര കിലോ അരി, എത്ര കിലോ ഗോതമ്പ്, എത്ര പഞ്ചസാര അല്ലെങ്കിൽ മറ്റുൽപ്പന്നങ്ങൾ അത് ലഭിക്കും എന്നവിടെ എഴുതി കാണിക്കും. അത്രയും തൂക്കം കൃത്യമായിട്ട് തന്നാലേ അതിലൊന്ന് ബില്ലടിച്ചു വരും. അതാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്താൻ പോകുന്നത്. ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും 1 മണി അരി കുറയ്ക്കാൻ സാധിക്കില്ല, 1 മണി ഗോതമ്പ് കുറയ്ക്കാൻ പറ്റില്ല. സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളിലും ജൂലൈ 1 മുതൽ ബയോമെട്രിക് സംവിധാനം നിലവിൽ വരുമെന്ന് മന്ത്രി പറഞ്ഞു. അർഹമായ റേഷൻ ലഭിക്കുന്നുണ്ടെന്ന് ഓരോരുത്തർക്കും ഉറപ്പുവരുത്താൻ e-POS സംവിധാനം ഉപകരിക്കും. ചടങ്ങിൽ IC ബാലകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. സപ്ലൈകോ ജനറൽ മാനേജർ K വേണുഗോപാൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി, പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ, പൂതാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രുക്മിണി സുബ്രഹ്മണ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വർഗീസ് മുരിയൻകാവിൽ TR രവി തുടങ്ങിയവർ സംസാരിച്ചു. മന്ത്രിക്ക് ഇരുളം ടൗണിൽ കുടുംബശ്രീ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് സ്വീകരണം നൽകി. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. റേഷൻ സാധനങ്ങൾ സ്കൂളിലെത്തിക്കുന്ന വാതിൽപ്പടി പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ. അധ്യാപകരും മറ്റും സ്കൂളുകളിലേക്കുള്ള റേഷൻ സാധനങ്ങൾക്ക് ക്യൂ നിൽക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇരുളത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശപ്പ് രഹിത കേരളം ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ്. ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രകടനത്തിൽ പറഞ്ഞൊരു കാര്യം, വിശന്നിരിക്കുന്നവരാരും കേരളത്തിൽ ഇനി ഉണ്ടാവരുത്. ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഈ ഗവൺമെന്റ് ഈ ബജറ്റിൽ ചെറിയൊരു തുക നീക്കിവെച്ചിട്ടുണ്ട്. ആ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചില അഭിപ്രായങ്ങളും മുഖ്യമന്ത്രിയുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കുറച്ചുകൂടി വിശദാംശങ്ങളോടുകൂടി ചർച്ച ചെയ്യണം, എന്നിട്ട് അത് നടപ്പാക്കണം, അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടത് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് റേഷൻ സാധനങ്ങൾ വാതിൽപ്പടി വിതരണം നടത്തുന്നത് പോലെ തന്നെ സ്കൂളുകൾക്ക് ആവശ്യമായിട്ടുള്ള ധാന്യങ്ങളും മറ്റുൽപ്പന്നങ്ങളും സ്കൂളിൽ കൊണ്ടെത്തിച്ചു കൊടുക്കാനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്. അത് ഞങ്ങളുടെ ഈ വാതിൽപ്പടി വിതരണം ഒരു നല്ല അവസ്ഥയിലെത്തുമ്പോൾ ഞങ്ങളതും
ഇരുളം സപ്ലൈകോ മാവേലി സ്റ്റോർ ഉദ്ഘാടനത്തിന്റെ സ്വാഗത സംഘം രൂപീകരണത്തിൽ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളെ അവഗണിച്ചതായി ഐസി ബാലകൃഷ്ണൻ എംഎൽഎ. മാവേലി സ്റ്റോറിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മന്ത്രിക്ക് നൽകിയ സ്വീകരണവും ഘോഷയാത്രയും ജനപ്രതിനിധികളെ അറിയിക്കാതിരുന്ന ഉദ്യോഗസ്ഥ തീരുമാനം പ്രതിഷേധാർഹമാണെന്നും സപ്ലൈകോ ഉദ്ഘാടനം പോലും ചില ഉദ്യോഗസ്ഥർ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമം നടത്തിയത് പ്രതിഷേധാർഹമാണെന്നും എംഎൽഎ പറഞ്ഞു. മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത സപ്ലൈകോ ഉദ്ഘാടന വേദിയിലായിരുന്നു എംഎൽഎയുടെ പ്രതികരണം. ഇവിടെ സ്വീകരണം മറ്റുള്ള പരിപാടികളുണ്ടെങ്കിൽ അത് സ്വാഗത സംഘത്തിന്റെ തീരുമാനമനുസരിച്ച് ഇവിടുത്തെ ജനപ്രതിനിധികളെ മുഴുവനും സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരെ മുഴുവൻ അറിയിക്കേണ്ടതാണ്. അങ്ങനെ ഒരു അറിവ് ലഭിക്കാത്തതുകൊണ്ടാണ് ഞാൻ ആ സ്വീകരണത്തിന് പങ്കെടുക്കാൻ കഴിയാത്തത്. എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ മന്ത്രിയോട് അറിയിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർ ഇനിയെങ്കിലും രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ, ഭരണമൊക്കെ മാറി മറിഞ്ഞൊക്കെ വരും, മന്ത്രിമാർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളിൽ ഒരു ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ചടങ്ങാണ് വേണ്ടത്. ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും വേണം, ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വേണം, ഇവിടുത്തെ പൊതുപ്രവർത്തകർ വേണം. എന്നോട് വന്ന് ചോദിച്ചത് ഞങ്ങൾ പ്രോഗ്രാം നോട്ടീസ് അടിക്കുന്നുണ്ട് സാർ, പ്രോഗ്രാം നോട്ടീസ് എത്തിക്കാമെന്നാണ്. ബാക്കി ചടങ്ങുകളൊന്നും അറിയില്ല. എന്തായിരുന്നാലും നമ്മുടെ മന്ത്രിയെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റ് ആരോപണങ്ങളൊന്നും എവിടെയുമില്ല. ട്രൈബൽ വകുപ്പ് ദത്തെടുത്ത പനമരം പുതൂർക്കുന്ന് കോളനിയിൽ 2 വർഷം കഴിഞ്ഞിട്ടും വീടുകളുടെ പണി പൂർത്തിയായില്ല. കോളനിയിൽ 11 വീടുകളാണ് കരാറുകാരുടെ അനാസ്ഥ കാരണം പണി തീരാത്ത വീടുകളായി തുടരുന്നത്. നേരത്തെയുണ്ടായിരുന്ന കുടിലുകൾ പൊളിച്ചുമാറ്റി പട്ടികവർഗ വകുപ്പിന്റെ വീട് മോഹിച്ച കുടുംബങ്ങൾ ഈ മഴക്കാലത്തും ചോർന്നൊലിക്കുന്ന പ്ലാസ്റ്റിക് കൂരകൾക്കുള്ളിൽ. 2015-16 വർഷത്തിൽ മുൻമന്ത്രി PK ജയലക്ഷ്മി മുൻകൈയെടുത്ത് ട്രൈബൽ വകുപ്പ് ദത്തെടുത്തതാണ് പനമരം അഞ്ചുകുന്ന് പുത്തൂർക്കുന്ന് കോളനി. 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയിൽ ദത്തെടുക്കലിന്റെ ഭാഗമായി 11 വീടുകൾക്ക് അനുമതി ലഭിച്ചു. കരാറുകാർ പാതി വഴിയിൽ പണി ഉപേക്ഷിക്കുന്നത് തടയാനായി പനമരം പഞ്ചായത്തിലെ ട്രൈബൽ വർക്കേഴ്സ് സൊസൈറ്റിയെ വീട് നിർമ്മാണം ഏൽപ്പിച്ചു. ഒരൊറ്റ വീട് പോലും 2 വർഷമായിട്ടും നിർമ്മാണം പൂർത്തിയായില്ല. വീട് നിർമ്മാണം തറനിരപ്പിലും ലിൻഡൽ പൊക്കത്തിലും അവസാനിച്ചിരിക്കുകയാണ്. 2 വർഷം മുമ്പ് കോളനിയിലെ പാറുവിന്റെ വീടിനായി 52,500 രൂപ ഏൽപ്പിച്ചിട്ട് കുറച്ച് കല്ല് ഇറക്കിയതൊഴിച്ചാൽ മറ്റൊന്നും ചെയ്തിട്ടില്ല. പുരൻ്റെ കോൺട്രാക്ടർ കോവിയ അവനങ്ങനെ ചെയ്ത്, പിന്നെ അവനിങ്ങോട്ട് തിരിഞ്ഞൊന്നും നോക്കില്ല. 11 വീട് എടുത്തിച്ചു. നിങ്ങൾ എത്ര രൂപ കൊടുത്ത്? 52. അതിന്റെ തെളിവ് എൻ്റെ അടുത്തുണ്ട്. പിന്നീട് എത്ര വർഷമായി? 2 വർഷം. ഒരു വീടിന് 3.5 ലക്ഷം എന്ന കണക്കിനാണ് വീടുകൾക്ക് സർക്കാർ തുക അനുവദിച്ചത്. ഇതിൽ 1ഉം 2ഉം ഗഡുക്കൾ ഗുണഭോക്താക്കൾക്ക് നൽകിയതായി പറയുന്നു. സൊസൈറ്റി ഏറ്റെടുത്ത കരാർ പിന്നീട് ഒരു വ്യക്തിക്ക് നൽകിയതായും ഇയാൾ പണവും വാങ്ങി മുങ്ങിയെന്നുമാണ് പറയുന്നത്. കരാറുകാരനെതിരെ ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. നേരത്തെ ഉണ്ടായിരുന്ന കൊച്ചുകൂരകൾ പൊളിച്ചു നീക്കി പുതിയ വീട് സ്വപ്നം കണ്ട് പ്ലാസ്റ്റിക് കൂരകളിലും കുടിലുകളിലും ചേക്കേറിയ 11 പണിയ കുടുംബങ്ങളാണ് ഇപ്പോൾ വഴിയാധാരമായത്. ഇങ്ങനെ എടുക്കും തലക്കും വന്ന് പണിയെടുക്കും. ഞങ്ങൾ ഒരു 4-5 പ്രാവശ്യം അയാളെ വീട്ടിലേക്ക് ഞാനും പിന്നെ ഒരു എംബ്രാസനും കൂടിയിട്ട് പോയി. അങ്ങനെ വന്നിട്ടാണ് എൻ്റെ ഈ സോതിലായത്. അപ്പോൾ എൻ്റെ ഈ വീട് കഴിഞ്ഞാൽ പെങ്ങളെ വീട് കറുപ്പിൻ്റെ അതും കൂടി പൂർത്തിയാവുന്നുള്ള കണക്ക് കൂട്ടലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കൊല്ലം പിന്നെ ഇത് പൂർത്തിയാവില്ലെന്നാണ് തോന്നുന്നത്. ഇവരുടെ ദുരിതങ്ങൾക്ക് എത്രയും വേഗം പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യമാണ് ഒരു പ്രക്ഷോഭമായി പതുക്കെ ഉരുണ്ടുകൂടുന്നത്. ബിച്ചു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. മണിയങ്കോട് മൂവട്ടിക്കുന്ന് കോളനി നിവാസികൾ അന്തിയുറങ്ങുന്നത് ജീവഭയത്തോടെ. ദ്രവിച്ചു തീരാറായ മരങ്ങൾ 4 കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. കൽപ്പറ്റ നഗരസഭയിലെ മണിയങ്കോട് മൂവട്ടിക്കുന്ന് കോളനി നിവാസികളാണ് ഭീതിയോടെ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. കോളനിയിലെ ബിജു, ഓമന, രാജൻ എന്നിവരുടെ വീടുകൾക്ക് തൊട്ടടുത്താണ് വലിയ വീട്ടിമരം നിലം പൊത്താറായ നിലയിലുള്ളത്. അടിഭാഗം പൂർണ്ണമായും ദ്രവിച്ച നിലയിലാണ് മരത്തിന്റെ നിൽപ്പ്. 3 വീടുകളിലായി 10 പേരാണ് താമസിക്കുന്നത്. ഇതിന് തൊട്ടടുത്ത കുറുമ്പന്റെ വീടിന് തൊട്ടടുത്താണ് മറ്റൊരു മരം. 3 പേരടങ്ങുന്നതാണ് ഈ കുടുംബം. ഈ മരം വീണാൽ സമീപത്തുള്ള ജയയുടെ വീടും തകരും. കാറ്റടിക്കുമ്പോൾ പേടിച്ചു വിറച്ചാണ് കഴിയുന്നതെന്ന് കോളനിക്കാർ പറയുന്നു. ഞങ്ങൾക്കിവിടെ എല്ലാരും ഉണ്ട്. വില്ലേജ് പോയി പറഞ്ഞല്ലേ? എല്ലാ സാറുമാരും വന്ന് നോക്കിയിട്ട് അതിനുള്ള നടപടി എടുക്കാമെന്ന് പറയും. പക്ഷെ പിന്നെ വരില്ല, ഒന്നുമില്ല. ഇതന്നെ സ്ഥിതി. ഞങ്ങൾക്ക് ഇവിടെ ഒരു കൗൺസിലർ ഉണ്ട്, അയാളോടും പറഞ്ഞു നോക്കി. പിന്നെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാണ് അപകടം.
മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട നിരവധി പരാതികൾ തഹസിൽദാർ, വനംവകുപ്പ്, നഗരസഭ എന്നിവർക്കെല്ലാം നൽകിയിരുന്നു. റവന്യൂ ഉദ്യോഗസ്ഥർ വന്നുപോയതല്ലാതെ നടപടിയൊന്നും ഉണ്ടായില്ല. കുന്നിൻ പ്രദേശത്തുള്ള കോളനി ആയതുകൊണ്ട് തന്നെ മിക്ക സമയത്തും ശക്തമായ കാറ്റുണ്ടാകും. മരം മറിഞ്ഞു വീണാൽ വീടും വീട്ടുകാരും ഉണ്ടാവില്ലെന്നറിഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കാറില്ലെന്നും കോളനി നിവാസികളായ കുറുമൻ, ശാരദ തുടങ്ങിയവർ പറഞ്ഞു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. കാലാവധി കഴിഞ്ഞ മരുന്നുകൾ പുഴയിൽ തള്ളിയതായി നാട്ടുകാർ. പുഴയിൽ നിക്ഷേപിക്കുന്നതിനിടെ മരുന്നുകൾ പാലത്തിൽ കണ്ടതാണ് സംശയത്തിനിടയാക്കിയത്. പനമരം വലിയ പാലത്തിലാണ് വിവിധ കമ്പനികളുടെ കാലാവധി കഴിഞ്ഞ ഗുളികകൾ കണ്ടെത്തിയത്. പുഴയിൽ നിക്ഷേപിക്കുമ്പോൾ താഴെ വീണതാണെന്ന് നാട്ടുകാർ പറഞ്ഞു. എത്രത്തോളം മരുന്നുകൾ പുഴയിൽ നിക്ഷേപിച്ചെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. 2016 കാലാവധി കഴിഞ്ഞ വിവിധ കമ്പനികളുടെ ഗുളികകളാണ് പാക്കുകളിൽ ഉള്ളത്. സ്ഥലം മാറിപ്പോകുന്ന നോർത്ത് വയനാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ നരേന്ദ്രനാഥ് വേളൂരിക്ക് വനം വകുപ്പ് മാനന്തവാടി ഡിവിഷണൽ ഓഫീസിലെ റേഞ്ചർമാരും ജീവനക്കാരും ചേർന്ന് യാത്രയയപ്പ് നൽകി. 3 വർഷത്തെ സേവനത്തിന് ശേഷം പാലക്കാട് സൈലന്റ് വാലി വൈൽഡ് ലൈഫ് വാർഡനായാണ് സ്ഥലം മാറ്റം. യാത്രയയപ്പ് യോഗത്തിൽ ICF കണ്ണൻ, റേഞ്ച് ഓഫീസർമാരായ നജ്മൽ, CV രാജൻ, തിരുനെല്ലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. DFOയ്ക്ക് ഉപഹാരവും നൽകി. വിദ്യാഭ്യാസ വായ്പയെടുത്ത് കുടുംബങ്ങളെ സഹായിക്കുന്ന നിലപാടായിരിക്കും സർക്കാരിൻ്റെതെന്ന് CK ശശീന്ദ്രൻ MLA. എഡ്യൂക്കേഷണൽ ലോൺ ഹോൾഡേഴ്സ് അസോസിയേഷൻ കൽപ്പറ്റയിൽ സംഘടിപ്പിച്ച സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്നും CK ശശീന്ദ്രൻ MLA പറഞ്ഞു. വിദ്യാഭ്യാസ വായ്പ എടുത്തവർക്കായി 900 കോടി രൂപയുടെ തിരിച്ചടവ് സഹായ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ വായ്പ എടുത്ത കുടുംബങ്ങളെ സഹായിക്കുന്ന നിലപാടായിരിക്കും സംസ്ഥാന സർക്കാരിന്റേതെന്നും CK ശശീന്ദ്രൻ MLA പറഞ്ഞു. പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ 900 കോടി രൂപ കേരള ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത് അത് ഏറ്റവും ഭംഗിയായിട്ട് ഒരു പദ്ധതിയായിട്ട് മാറ്റാൻ വേണ്ടി കഴിയണം. അതിന് നിങ്ങൾക്ക് നിർദ്ദേശങ്ങളെല്ലാം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും രക്ഷകർത്താക്കളെയും ഒക്കെ അവരുടെ പ്രയാസങ്ങൾ പരസ്പരത്തിലൂടെ പങ്കിടാൻ വേണ്ടി പോകുന്നുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൂടി ഗവൺമെന്റ് മുമ്പാകെ എത്തിക്കാനുള്ള പരിശ്രമം കൂടി നടത്തുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ജില്ലാ പ്രസിഡന്റ് TD മാത്യു അധ്യക്ഷത വഹിച്ചു. ലീഡ് ബാങ്ക് മാനേജർ ശ്യാമള മുഖ്യപ്രഭാഷണം നടത്തി. MV പ്രഭാകരൻ, ഫ്രാൻസിസ് പുന്നോളിൽ, ശ്രീധരൻ, വർഗീസ് മാത്യു, ഉസ്മാൻ തലപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. സഹായ പദ്ധതി ആവിഷ്കരിച്ച സർക്കാർ നടപടിയെ കൺവെൻഷൻ അഭിനന്ദിക്കുകയും ചെയ്തു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൽപ്പറ്റയിൽ ധർണയും പൊതുയോഗവും നടത്തി. CPI ജില്ലാ സെക്രട്ടറി വിജയൻ ചെറുകര ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗീവർഗീസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PS വിശ്വംഭരൻ, PK മൂർത്തി, ഡോക്ടർ അമ്പി ചിറയിൽ സംസാരിച്ചു. വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധി നേരിട്ടിരിക്കുന്നു നാട്ടിൽ. കൃഷിക്കാരെ പിടിച്ചെടുക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, കേന്ദ്രം ഇന്നാണ് പത്രത്തിൽ പുറത്തുകൊണ്ടത് കാർഷിക കടത്തിന് 4%. ആ 4% സർക്കാർ അതിന്റെ കടത്തിന് പലിശ കിഴിവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. 4% ഇന്നലെ വരെയായിരുന്നു. എന്നാൽ ഈ കുറച്ചു ദിവസങ്ങളായി ഈ വർഷം ലോൺ എടുത്ത ആളുകൾക്ക് അവർ അടച്ച പൈസ, എടുത്ത പൈസ മുഴുവൻ അതിന്റെ മുഴുവൻ പലിശയും അടയ്ക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇടത് ഗവൺമെന്റിന്റെ തെറ്റായ മദ്യനയത്തിനെതിരെ ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനന്തവാടി ഗാന്ധി പാർക്കിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. KPC എക്സിക്യൂട്ടീവ് അംഗം ND അപ്പച്ചൻ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ അഡ്വക്കേറ്റ് NK വർഗീസ് അധ്യക്ഷനായിരുന്നു. PK അസ്മത്ത്, കടവത്ത് മുഹമ്മദ്, PVS മൂസ, KJ പൈലി, MC സെബാസ്റ്റ്യൻ, ദൂബേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ കണ്ടില്ലെന്നടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ മദ്യലോബിയുമായി ഉണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ആ കരാർ നടപ്പാക്കുന്നതിന് വേണ്ടി നിയമത്തെ ലംഘിച്ചുകൊണ്ട് കേരളം മുഴുവനും ഒരു മദ്യാലയമായി മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 13 വയസ്സ് കഴിഞ്ഞവർക്ക് പരിശീലന പരിപാടികളിൽ പങ്കെടുക്കാം. സമാപന പരിപാടി വൈകിട്ട് 4-ന് കൽപ്പറ്റ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. ക്ലാസ്സുകൾ എല്ലാ സ്ഥലത്തും നടക്കുകയാണ്. വയനാട് ജില്ലയെ സംബന്ധിച്ചെടുത്ത് പല സ്ഥലങ്ങളിലായി ഇപ്പോൾ ക്യാമ്പുകൾ
നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബത്തേരി, മീനങ്ങാടി, കൽപ്പറ്റ, മാനന്തവാടി, വടുവഞ്ചാൽ, ചുള്ളിയോട് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം ക്യാമ്പ് ആരംഭിച്ചു. അപ്പം നമ്മുടെ ജില്ലയിൽ അവസാനത്തെ പ്രോഗ്രാമായിട്ട് 21-ാം തീയതി അതിൻ്റെ സമാപനം കൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിൽ വൈകിട്ട് അതിൻ്റെ ഹാളിൽ വെച്ച് വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെ ഉണ്ടാവും. മേപ്പാടി കുന്നമ്പറ്റ മൂപ്പൻകുന്ന് റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി. ടാറിംഗ് തകർന്ന് വൻ കുഴികൾ രൂപപ്പെട്ടിട്ടും നന്നാക്കാൻ നടപടിയില്ലെന്ന് നാട്ടുകാർ. കുന്നമ്പറ്റ ജംഗ്ഷനിൽ നിന്ന് മൂപ്പൻകുന്നിലേക്കുള്ള റോഡാണ് മഴക്കാലമായതോടെ ശോചനീയാവസ്ഥയിലായത്. മൂപ്പൻകുന്ന്, സിത്താറം വയൽ, 8-ാം നമ്പർ വയൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ട്രൈബൽ കോളനികളിലേക്കും സ്വകാര്യ സ്കൂൾ, LP സ്കൂൾ എന്നിവിടങ്ങളിലേക്കും എത്തിപ്പെടാനുള്ള ഏക റോഡാണ് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നത്. കുന്നമ്പറ്റ ജംഗ്ഷനിൽ നിന്ന് 200 മീറ്റർ ദൂരം 5 വർഷം മുമ്പാണ് ടാറിംഗ് നടത്തിയത്. ടാറിംഗ് തകർന്നതിനാൽ ഇതുവഴി സർവീസ് നടത്താൻ ടാക്സി വാഹനങ്ങൾക്ക് മടിയാണ്. ഞങ്ങൾക്ക് കിട്ടുന്നത് ആകെ 100-200 രൂപ. അത് 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പ് കൊണ്ടു കൊടുക്കാനുള്ളൂ. ഇത് ആക്സിൽ കൊട്ടിയിട്ടും ഇത് നേരാക്കിയിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പല പ്രാവശ്യത്തിൽ ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നന്നാക്കും എന്നൊക്കെ പറഞ്ഞതാണ്. സ്കൂൾ തുറന്നിട്ടുമില്ല, ഇപ്പോഴും ഇല്ല, ഒന്നുമില്ല. അതിനെപ്പറ്റി ആരും ഇട്ട് പറയുന്നു. ഈ അവസ്ഥയുള്ളത് എന്താ ഇപ്പോൾ ഇത്രയൊക്കെ ഉണ്ടപ്പോൾ അത് പറയാനെന്ന് പറഞ്ഞാൽ എത്രയോ കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയാണ് ഈ ഏരിയ ഫുള്ളായിട്ട്. ആദിവാസികളും മറ്റുള്ളവരും എല്ലാവരും താമസിക്കണം. ആർക്കും ഒരു പ്രയോജനമില്ല, ഒരു ഗുണമില്ല. പിന്നെ എന്ത് ചെയ്യും? മേപ്പാടി പഞ്ചായത്ത് 19-ാം വാർഡിലെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. എടവക ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പാക്കുന്നതിന് 13 ലക്ഷം രൂപ വകയിരുത്തിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 1 മുതൽ പദ്ധതി നടപ്പാക്കും. പ്ലാസ്റ്റിക് നിരോധനവും ഗ്രീൻ പ്രോട്ടോകോളും നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷൻ ജിൽസൺ തൂപ്പുങ്കര, സെക്രട്ടറി MR പ്രഭാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വരുന്ന സാമ്പത്തിക വർഷം സമഗ്ര മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കുകയാണ്. ഹരിതകാന്തി എന്നാണ് ആ പദ്ധതിയുടെ പേര്. നമ്മുടെ പഞ്ചായത്തിലുണ്ടാകുന്ന വിവിധ തരം ഈ മാലിന്യങ്ങളടക്കം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കേരള പ്ലാസ്റ്റിക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ അവരുമായി ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലുണ്ടാകുന്ന ഈ 19/4/2017 നടന്ന പഞ്ചായത്ത് ഭരണ സമിതി യോഗം ഈ പദ്ധതിയുടെ കരടിന് അംഗീകാരം കൊടുത്തു. ഈ കരട് പദ്ധതിയിൽ നമ്മൾ വിഭാവനം ചെയ്യുന്നത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ നിരോധനത്തോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ പഞ്ചായത്തിലെ വീടുകളിൽ, അതുപോലെ തന്നെ പൊതുസ്ഥാപനങ്ങളിൽ, അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ വരുന്ന എല്ലാ തരം പുനരുപയോഗം സാധ്യമല്ലാത്ത എല്ലാ മാലിന്യങ്ങളും കുടുംബശ്രീ വളണ്ടിയർമാരെ ഉപയോഗിച്ച് നമ്മൾ വീട്ടിൽ നിന്നും കളക്ട് ചെയ്ത് പഞ്ചായത്തിൻ്റെ സംഭരണ കേന്ദ്രത്തിലെത്തിച്ച് അവിടുന്ന് ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ കൊണ്ടുപോകുന്ന രീതിയിലാണ് നമ്മൾ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. സുൽത്താൻ ബത്തേരി കരുവള്ളിക്കുന്നിൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നഗരസഭയുടെ നീക്കത്തിനെതിരെ പ്രദേശവാസികൾ രംഗത്തെത്തി. അധികൃതർ തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വരുമെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 26 കുടുംബങ്ങളുള്ള ആദിവാസി കോളനിക്ക് സമീപത്താണ് പ്ലാന്റ് സ്ഥാപിക്കാൻ നീക്കം നടക്കുന്നത്. ജനവാസ കേന്ദ്രമല്ലാത്ത മറ്റു സ്ഥലങ്ങൾ ലഭ്യമാണെന്നിരിക്കെ ഇവിടെ തന്നെ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 35 വർഷമായിട്ട് ഇപ്പോൾ ഉള്ള പ്ലാന്റിനുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ ഞങ്ങളെ പ്രദേശവാസികൾ നിരന്തരമായിട്ട് അതിൻ്റെ രോഗങ്ങളായിട്ടും മറ്റു പല സാംക്രമിക രോഗങ്ങളായിട്ടും ഞങ്ങൾ ഇതുവരെയായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്നും ഈ സാധനം മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ട് സ്ഥാപിക്കുക എന്നതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം കൂണ് പോലെയാണ് അവിടെ വീടുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്ര 4 കോടി ഉറുപ്പ്യ മുടക്കി ഈ പ്ലാന്റ് അവിടെ വരുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ അവിടെയുള്ള ജനങ്ങൾക്ക് ഒരുപാടുണ്ട്. കിടപ്പ് രോഗികൾക്ക് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. പനമരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ അംഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തിയത്. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി ദേവി ഉദ്ഘാടനം ചെയ്തു. മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം MA ചാക്കോ, പനമരം SI പ്രിൻസ് തോമസ്, അസൈനാർ V തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കിറ്റ് വിതരണം ചെയ്യുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇന്നിവിടെ ഈ കിറ്റ് വിതരണം നടത്തുന്നത്. കിറ്റ് വിതരണം അവർക്ക് നടത്തുന്നതിന് അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരുപാട് കിറ്റ് ഇനിയും കൂടുതൽ ഇപ്പം നമുക്ക് 25 കിറ്റ് വിതരണം നടത്താനാണ് സാധിക്കുന്നത്. ഇനിയുള്ള കാലങ്ങളിൽ കൂടുതൽ കിറ്റ് വിതരണം ചെയ്യണമെന്ന ആഗ്രഹം അവർക്കുണ്ട്.
ബത്തേരി മാനിക്കുനി കോളനിയിൽ മുനിസിപ്പാലിറ്റി നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ചെയർമാൻ CK സഹദേവൻ നിർവഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോലീസ് അധ്യക്ഷയായിരുന്നു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ജിഷ ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TL സാബു, കൌൺസിലർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. 7 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. നമുക്കറിയാം, കുറേ കാലങ്ങളായി മാനിക്കുനി കോളനി ഒരു വിവാദപരമായ വാർത്തകൾ കടം പിടിക്കുന്ന കോളനിയാണ്. നഗരസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മാനിക്കുനി കോളനിയിൽ നിലനിൽക്കുന്ന ഒരുപാട് ശോചനീയമായ അവസ്ഥ, ഏതാണ്ട് ഭൂരിഭാഗം വീടുകളും ചോർന്നൊലിക്കുന്ന വീടുകളായിരുന്നു. അതിനെ ഞങ്ങൾ ഒരു പ്രത്യേക പദ്ധതി വെച്ചുകൊണ്ട് ഇവിടുത്തെ ഏതാണ്ട് ചോർന്നൊലിക്കുന്ന മുഴുവൻ വീടുകളുടെയും സർവേ എടുത്ത് ആ വീടുകളെല്ലാം ഇന്ന് നവീകരിക്കപ്പെട്ടതിൻ്റെ ഭാഗമായി ചോർച്ച മാറ്റി വൃത്തിയുള്ള ഭവനമാക്കി മാറ്റുന്നതിനാവശ്യമായ പദ്ധതിക്ക് രൂപം. SFI ബത്തേരി ഏരിയ കമ്മിറ്റി ഹ്രസ്വചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റ് പ്രദർശനം നിരോധിച്ച 3 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. രോഹിത് വെമുലയുടെ കഥ പറയുന്ന ചിത്രം, JNU ക്യാമ്പസുമായി ബന്ധപ്പെട്ട ചിത്രം, കാശ്മീർ വിഷയം ഉന്നയിക്കുന്ന ചിത്രവുമാണ് പ്രദർശിപ്പിച്ചത്. പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന ഹ്രസ്വചിത്ര പ്രദർശനം SFI സംസ്ഥാന സെക്രട്ടറി AS ഫെബിൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TP ഋതുഷോബ് അധ്യക്ഷനായിരുന്നു. ഹരികൃഷ്ണൻ, രാഗി വിജയൻ, റാഫി, അജ്മൽ എന്നിവർ സംസാരിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിനും പ്രകൃതി ചൂഷണത്തിനുമെതിരെ മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഡോക്യുമെന്ററി ശ്രദ്ധേയമായി. NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചത്. +2 വിദ്യാർത്ഥിനി നിഷ P ജോയിയാണ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത്. വിദ്യാർത്ഥികളായ അക്ഷയ്, ജിഷ്ണു, പ്രസാദ്, വിദ്യ, വസന്തകുമാർ, ഷിത പൗലോസ്, അസിൻ റഹ്മാൻ എന്നിവരാണ് ഡോക്യുമെന്ററിയിൽ അഭിനയിച്ചത്. ഒന്നും ചെയ്യില്ലടാ, എന്താടാ ഞാൻ ഇങ്ങനെയായ? ഇല്ല മക്കളെ, എൻ്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല. ഡോക്യുമെന്ററിയുടെ സ്ക്രിപ്റ്റ് ജോയ് പാലക്കമോലിയാണ് തയ്യാറാക്കിയത്. ഇതിനു ഗാനം രചിച്ചത് സ്കൂളിലെ വിദ്യാർത്ഥി. സംസ്ഥാന തലത്തിൽ 2016 കവിതാരചനയ്ക്ക് 1ാം സ്ഥാനം നേടിയ ധ്രുപദ് ഗൗതമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്ന വിദ്യാർത്ഥികൾ സമൂഹത്തിൽ കൂടിവരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണത്തിന് വിദ്യാർത്ഥികൾ ഈ വിഷയം തിരഞ്ഞെടുത്തത്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗാന്ധി മൂല്യങ്ങളും ഒപ്പം തന്നെ സാമൂഹിക പ്രശ്നങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗം, കാട്ടുതീ, വനനശീകരണം എന്നിവയൊക്കെ ഞങ്ങൾക്ക് ഷോർട്ട് ഫിലിമിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ സാധിച്ച ഒരു വലിയ അനുഭവമായിട്ടാണ് എല്ലാവരും ഇതിനെ കാണുന്നത്. പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്ന നന്ദികേടിനെയും ഡോക്യുമെന്ററി വിഷയമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങൾ വിലപ്പെട്ട മാതൃകയാവുകയാണ്. മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെയും മറ്റു വിദ്യാർത്ഥികളുടെയും പിന്തുണയോടെയായിരുന്നു ഡോക്യുമെന്ററി നിർമ്മാണം. കാലികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉയർത്തി ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമൂഹത്തിൽ അനുകരണീയമായിട്ടുള്ള ഒരു മാതൃകയായി മാറട്ടെ എന്നാണ് പ്രത്യാശിക്കുന്നത്. AP ഷാജി, വയനാട് ന്യൂസ്, മീനങ്ങാടി. സ്പ്ലാഷ് 2017 മഴ മഹോത്സവം ജൂലൈ 1 മുതൽ 9 വരെ കൽപ്പറ്റ ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കേരള ടൂറിസം, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ജില്ലാ ഭരണകൂടം എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തുന്നത്. B2B മീറ്റ്, വിവിധ കലാപരിപാടികൾ, മഡ് ഫുട്ബോൾ, സെമിനാറുകൾ എന്നിവ നടക്കും. ലോക വയോജന ചൂഷണ വിരുദ്ധ ബോധവൽക്കരണ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കൽപ്പറ്റയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഉമൈബ മൊയ്തീൻകുട്ടി, സിനോജ് P ജോർജ്, PP ആലി തുടങ്ങിയവർ സംസാരിച്ചു. നിർബന്ധമായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇതുപോലെയുള്ള ഓരോ പരിപാടികളും വയോജനങ്ങൾക്കായി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല പ്രവർത്തനമാണ്.
ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി വയനാട് ബ്രാഞ്ച്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, വിജയ അക്കാദമി പനമരം എന്നിവർ സംയുക്തമായി രക്തദാന ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഫാത്തിമ മാത ഹോസ്പിറ്റലിലെ ഡോക്ടർ സെബാസ്റ്റ്യൻ ക്ലാസ് എടുത്തു. റെഡ് ക്രോസ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ജോർജ് വാത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഫാദർ മത്തായി അതിരമ്പുഴ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി MP ബാലകുമാർ, കോളേജ് പ്രിൻസിപ്പാൾ മധു മാസ്റ്റർ, മനോജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സേവനമനുഷ്ഠിച്ചിരുന്ന നെടുമ്പാല ഗവൺമെന്റ് LP സ്കൂളിൽ മാതാപിതാക്കളുടെ പേരിൽ എൻഡോവ്മെന്റ് ഏർപ്പെടുത്തി മാതൃകയായി സർവീസിൽ നിന്ന് വിരമിച്ച മൃദുലകുമാരി ടീച്ചർ 25,000 രൂപയുടെ എൻഡോവ്മെന്റ് തുക സ്കൂളിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കും. എല്ലാ വർഷവും മാതാപിതാക്കളുടെ ഓർമ്മയ്ക്ക് ജൂൺ 16-നാണ് എൻഡോവ്മെന്റ് തുക വിനിയോഗിക്കുക. സ്കൂളിൽ സംഘടിപ്പിച്ച എൻഡോവ്മെന്റ് കൈമാറ്റ ചടങ്ങ് മേപ്പാടി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രശേഖരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷബന അധ്യക്ഷയായിരുന്നു. KK രാജൻ, ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. സുൽത്താൻ ബത്തേരി മലബാർ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. കോളേജ് ചെയർമാൻ R രാമചന്ദ്രൻ, കോളേജ് പ്രിൻസിപ്പൽ KS സന്തോഷ്, അധ്യാപകരായ ദിലീപ് TK, ഹെക്സൺ തോമസ്, വിദ്യാർത്ഥികളായ ജസൻ, വിഷ്ണു, റസീൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ജൂലൈ 1 മുതൽ ബയോമെട്രിക് സംവിധാനം. സ്കൂളുകളിൽ റേഷൻ എത്തിക്കുന്ന വാതിൽപ്പടി പദ്ധതി ഉടൻ നടപ്പാക്കും. വില നിയന്ത്രിക്കാൻ ഒറീസയിൽ നിന്ന് അരി ഇറക്കുമതി ചെയ്യുമെന്ന് മന്ത്രി P തിലോത്തമൻ. ഇരുളം സപ്ലൈകോ മാവേലി സ്റ്റോർ ഉദ്ഘാടനത്തിൽ ജനപ്രതിനിധികളെ ഉദ്യോഗസ്ഥർ അവഗണിച്ചെന്ന് MLA. ട്രൈബൽ വകുപ്പ് ദത്തെടുത്ത പനമരം പുതൂർക്കുന്ന് കോളനിയിൽ പണി തീരാത്ത 11 വീടുകൾ. വീട് മോഹിച്ച കുടുംബങ്ങൾ മഴയെത്തിയിട്ടും പ്ലാസ്റ്റിക് കൂരകളിൽ. കരാറുകാരൻ മുങ്ങി. കാലാവധി കഴിഞ്ഞ മരുന്ന് പാക്കറ്റുകൾ സാമൂഹ്യദ്രോഹികൾ പനമരം വലിയ പുഴയിൽ തള്ളി. വിദ്യാഭ്യാസ വായ്പയെടുത്ത കുടുംബങ്ങളെ സർക്കാർ സഹായിക്കുമെന്ന് CK ശശീന്ദ്രൻ MLA. മേളയിൽ വിലക്കിയ ഡോക്യുമെന്ററികൾ നഗരത്തിൽ പ്രദർശിപ്പിച്ച് SFI. മയക്കുമരുന്നിനെതിരെ ഡോക്യുമെന്ററിയുമായി മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.